നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നേരത്തെ ഞാൻ പല എപ്പിസോഡിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, യൂറിൻ സ്റ്റോൺ എന്ന് പറയുന്നതും കിഡ്നി സ്റ്റോണും രണ്ടല്ല, രണ്ടും ഒരു അസുഖത്തിൻ്റെ ഭാഗം തന്നെയാണ്. എല്ലാത്തിനെയും മൊത്തമായി നമ്മൾ പറയുന്നത് യൂറിൻ സ്റ്റോൺ എന്നാണ്. കിഡ്നിയിൽ വരുമ്പോൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയും, യൂറിട്രിൽ വരുമ്പോൾ യൂറിട്രിക് സ്റ്റോൺ എന്ന് പറയും, അങ്ങനെ ബ്ലാഡർ സ്റ്റോണോ അല്ലെങ്കിൽ യൂറിത്രൽ സ്റ്റോണോ എല്ലാ സ്റ്റോണും യൂറിൻ സ്റ്റോണാണ്. ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ, അതായത് ചിലപ്പോൾ ഈ യൂറിറ്ററി, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂറിറ്ററിനകത്തുള്ള സ്റ്റോണാണ് പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷനായിട്ട് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്. ആ പെയിൻ ചിലപ്പോൾ സഹിക്കാൻ വയ്യാത്ത പെയിൻ ആയിരിക്കും. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പെയിൻ മാറണമെന്നില്ല. കാരണം യൂറിട്രൽ സ്റ്റോൺ വന്നിട്ട് അത് തടഞ്ഞിരുന്നിട്ട് അതിനകത്ത് മൂത്രം കെട്ടിക്കിടക്കും. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാം. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജായിരിക്കും നമ്മളെ കാണാൻ വരുന്നത്. യൂറിട്രിക് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനാണ്. പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്യണം, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. ഈ സ്റ്റോണ് പേഷ്യൻറ്റിനെ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് ഈ സ്റ്റോൺ ബ്ലാഡറിനകത്താണ്. അതായത് ഇത് നല്ല വേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പെട്ടെന്ന് വേദന അങ്ങ് കുറഞ്ഞു. അതിനർത്ഥം ഈ സ്റ്റോൺ യൂറിട്രിൽ നിന്നും ബ്ലാഡറിനകത്ത് വന്നു. ബ്ലാഡറിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്കതിനെ പാസ്ഡ് ഔട്ട് എന്ന് പറയാം. യൂറിട്രിൽ നിന്ന് പാസ്ഡ് ഔട്ട് സ്റ്റോൺ എന്നാണ് പറയുന്നത്. പക്ഷേ യൂറിട്രിൽ നിന്ന് താഴെ ബ്ലാഡറിൽ വന്നെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അത് വെളിയിൽ പോകണമെന്നില്ല. ചിലപ്പോൾ താഴെ വന്ന ആ പ്രോസ്റ്റേറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ യൂറിത്രയിൽ അവിടെ വന്നത് സ്റ്റക്കാകും. അങ്ങനെ വന്ന ഒരു സ്റ്റോണാണിത്. ഇത് മൂത്രം ഒഴിക്കാനുള്ള പ്രയാസം വന്നു, വേദന പെട്ടെന്ന് കുറഞ്ഞു, പക്ഷേ പിന്നെ മൂത്രതടസ്സം പോലെ വന്നു. അങ്ങനെയാണ് ആ ഹിസ്റ്ററി. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ബ്ലാഡറിനകത്ത് ആ സ്റ്റോൺ വന്നിരിക്കുന്നത്. അതിൻ്റെ നീളം കണ്ടാൽ അത് യൂറിനിൽ ഉണ്ടായൊരു സ്റ്റോണാണ്. ഇതാണ് പ്രൈമറി സ്റ്റോൺ എന്ന് പറയുന്നത്. അതിൻ്റെ സർഫസൊക്കെ, അതിൻ്റെ പ്രതലമൊക്കെ വളരെ റഫായിട്ടുള്ളതാണ്. അങ്ങനെ നീളത്തിലാണ് ഈ സ്റ്റോൺ കാണുന്നത്. ബ്ലാഡറിൽ വന്നതിന് ശേഷം ഇത് വെളിയിലോട്ട് പോകാനുള്ള സാധ്യതയില്ല. മൂത്രം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് മൂത്രക്കുഴലിൽ വന്നങ്ങ് തട്ടും, അങ്ങനെ അടഞ്ഞു പോകും. അങ്ങനെ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിത് ബ്ലാഡർ സ്റ്റോൺ ആണെന്നുണ്ട്. ബ്ലാഡർ സ്റ്റോൺ നമുക്ക് വളരെ പെട്ടെന്ന് യൂറിട്രിലുള്ളതിനെക്കാട്ടിലും പെട്ടെന്നുള്ളൊരു പ്രൊസീജിയർ സിസ്റ്റോലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റോണിങ്ങിനെ പൊടിച്ച് കളയാൻ പറ്റും. പൊടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ അത് വാഷ് ചെയ്ത് കളയാം. ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയാൽ ചിലപ്പോൾ തന്നെ മൂത്രത്തിൽ കൂടെ രോഗി തന്നെ ഈ കല്ല് പാസ് ചെയ്ത് കളയും. ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ഒരു സിറിഞ്ച് വെച്ച്, ട്യൂമി സിറിഞ്ച് പോലെ ഒരു സിറിഞ്ചുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റോൺ മുഴുവൻ കംപ്ലീറ്റ് വാഷ് ചെയ്ത് എടുത്ത് കളയാൻ പറ്റും. വാഷ് ചെയ്ത് എടുത്ത് കളഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ചിലപ്പം നമ്മളൊരു ട്യൂബ് ഇട്ട് വയ്ക്കും. രണ്ടാമത്തെ ദിവസം ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ രോഗിക്ക് വീട്ടിൽ പോകാം. ഇതിന് പ്രത്യേകിച്ച് റെസ്റ്റൊന്നും വേണ്ടിയൊരു അസുഖമല്ല. ഇത് യൂറിട്രിക് സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ യാത്രയിലായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് പെയിൻ വരും. അപ്പോൾ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കും. ഇഞ്ചക്ഷൻ എടുത്താൽ ചിലപ്പോൾ ഇത് മാറണമെന്നില്ല. കാര്യം ഈ സ്റ്റോണ് ഇമ്പാക്റ്റഡോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് യൂറിറ്റിനകത്ത് ഇരിക്കുകയാണ്. അത് അന്നേരം തന്നെ നമ്മളത് റിലീവ് ചെയ്തില്ലെങ്കിൽ പേഷ്യൻറ്റിന് വളരെ വേദനയുണ്ടാകും. പിന്നെ ചിലപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് മൂത്രം ഇതുപോലെ പാസ്ഡ് ഔട്ടായിട്ട് വന്നാൽ ചിലപ്പോൾ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂറിട്രിക് സ്റ്റോൺ എന്ന് പറയുന്നത് ചെറുതായാലും വലുതായാലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഇതുപോലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് പൊടിച്ച് കളയണം. നന്ദി. വീണ്ടും മറ്റൊരു വിഷയമായി ഇനിയും കാണാം.